ആ കാണുന്ന ഹിമാലയ പർവ്വതത്തിലേക്ക് നമ്മളോട് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ശരിക്കും പറഞ്ഞാല് അവിടേക്കാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. യമുനോത്രിക്കാണ് നടക്കുന്നത്. 6 കിലോമീറ്റർ മുകളിലേക്ക് നടക്കാനുണ്ട്. ഓ മഞ്ഞുമല നമുക്ക് കാണുമ്പോൾ ഭയങ്കര രസമാട്ടോ ശരിക്കും. ഹലോ ഫ്രണ്ട്സ്, നമ്മളോട് വണ്ടി പാർക്ക് ചെയ്തു. പക്ഷേ മഞ്ഞ് നല്ല തണുപ്പാട്ടോ. പക്ഷേ എങ്കിലും സൂര്യപ്രകാശം ഉണ്ട്. അതാണ് ഏറ്റവും രസമാട്ടോ. നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇങ്ങനത്തെ ഒരു ഫീൽ ആദ്യമായിട്ട്. അതായത് ചന്ദ്രേട്ടനൊക്കെ ഉണ്ട്, എൻ്റെ വൈഫൊക്കെ മുന്നിൽ നടന്നു പോകുന്നുണ്ട്. ആ മഞ്ഞ് പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതിൻ്റെ ഏകദേശം താഴ്വാരത്ത് ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ വരുന്നുണ്ട്. ഹിമാലയത്തിൽ ഇങ്ങനൊരു അമ്പലം, അങ്ങനെ ഒരു വഴി, അതേമാതിരി തന്നെ നമുക്ക് പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, നല്ല രസമായിട്ട്. ഒരു വടിയൊക്കെ വേണം കേട്ടോ അവിടേക്ക് കുത്തിപ്പിടിച്ച് പോകാൻ വേണ്ടിയിട്ട്. ഈ റോഡാണ്, പോകുന്ന റോഡാണ്. വണ്ടികൾ 2 സൈഡും പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വടിയൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. 30 രൂപ, 40 രൂപ, 20 രൂപ വരെ വടിയൊക്കെ ഉണ്ട്. നമ്മൾ എന്തായാലും മസ്റ്റായിട്ടൊരു വടി കയ്യിൽ വേണം, നമുക്ക് ക്ഷീണം വരും. ഇതുകൊണ്ട് പച്ചക്കറികളൊക്കെ നല്ല ഫ്രഷ് ആട്ടോ ഇവിടത്തേക്ക്. കാരണം തണുപ്പല്ലേ, അങ്ങനെ പെട്ടെന്ന് ചീഞ്ഞ് പോവില്ല. പിന്നെ ബിൽഡിങ്സൊക്കെ നോക്കിയാൽ ഇവിടെ ഏകദേശം ഈ ബിൽഡിങ്സിൻ്റെയൊക്കെ ഒരു രൂപം ഇങ്ങനെയൊക്കെയാണ് ഇവിടെയൊക്കെ. കാരണം വലിയ ബിൽഡിങ്സ് ഒന്നും ഇവിടെ കെട്ടില്ല. ഒരു മാക്സിമം 2 നില അത്രേ ഉള്ളൂ, കൂടുതലൊന്നും കെട്ടാൻ കഴിയില്ല. കാരണം ഈ മലയ പർവ്വതത്തിൻ്റെ മുകളിലൊക്കെ വലിയ വലിയ കല്ലൊക്കെ വന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ ഇത്രയൊക്കെ കെട്ടുള്ളൂ. അല്ല, ആൾക്കാരൊക്കെ ഇതായി ചെയറും കൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ പോകുന്നുണ്ട്. കാരണം അത് ആൾക്കാരെ കൊണ്ടുപോകുന്ന ഡോളി, ഇങ്ങനെ നമ്മുടെ ശബരിമലയിലൊക്കെ ഉള്ള പോലെ തന്നെ ഡോളീസ് ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 7 hours നടക്കാനുണ്ട്. ആൾമോസ്റ്റ് ഒരു 5-6 hours നടന്നാലാണ് നമ്മൾ അവിടേക്ക് എത്തുക. പോകുന്ന റോഡ് കുറച്ച് നാരോ ആണ്, ചെറിയ റോഡാണ്. അപ്പോൾ അത് കണ്ട ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഏർലി മോർണിംഗ് ഞങ്ങൾ എത്തിയിട്ടോ, 6 o'clock എത്തി. ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. നമ്മളിനി മുന്നോട്ട് നടക്കണം. ഏകദേശം നമുക്ക് പോയി ഈവനിങ് ആകുമ്പോഴേക്കും തിരിച്ചെത്തണം. അപ്പോൾ ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും സ്നോ വന്ന് അടയും. പിന്നെ മഴ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആലിപ്പഴം വീഴും. അങ്ങനെയൊക്കെ ഓരോരോ ഈ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആകും. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇവിടുത്തെ ക്ലൈമറ്റ്. പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സിൽ മാറിക്കൊണ്ടേയിരിക്കും. പെട്ടെന്ന് വെയിൽ കാണും, നമുക്ക് പെട്ടെന്ന് ഇതാവും. കാരണം ഇതൊക്കെ ഡോളീസിന് ഒരു കൗണ്ടർ ഉണ്ട്. നമ്മളിവിടെ പോയിട്ട് നമുക്ക് ഡോളി വേണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ഗവൺമെൻറ് അറേഞ്ച് ചെയ്ത് തരും. കാരണം 6 കിലോമീറ്റർ ചില ആൾക്കാർക്കൊന്നും നടക്കാൻ പറ്റില്ല, നല്ല ബുദ്ധിമുട്ടാണ്. അതേപോലെ ചെയർ ഉണ്ട്, 4 ആൾ കൊണ്ടുപോകുന്ന ചെയർ ഉണ്ട്, 5,000 6,000. പക്ഷേ എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ഇവിടെ കോട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ജനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേ പോകണം. ആ മുൻഭാഗത്ത് കണ്ട തിരക്ക് കണ്ടിട്ടൊന്നും ആരും പേടിക്കൊന്നും വേണ്ട. കാരണം അത് ഒരു ഗോഡയുടെ മീൻസ് കുതിര, അതേപോലെ തന്നെ നമ്മുടെ ഈ ട്രോളി ഈ മേലെ കൊണ്ടുപോകുന്നില്ല, അതിൻ്റെയൊക്കെ ഒരു ഓഫീസാണ് അവിടെ. അപ്പോൾ അവരവിടുന്ന് ടോക്കൺ തന്നിട്ട് വേണം വിടാൻ. അപ്പോൾ അതിൻ്റെ തിരക്കാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെയാണ് കേട്ടോ, ആൾക്കാർ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. വരുന്ന വഴിയും ഇത് തന്നെയാണ് കേട്ടോ. ആൾക്കാർ മോർണിംഗ് ആയ കാരണം ഇപ്പോൾ എല്ലാവരും പോയിട്ടോ, ഈവനിങ് ആയിരിക്കും. ഇതുകൊണ്ട് സെപ്റ്റംബർ ഒക്ടോബറിലൊന്നും ഇവിടെ നടക്കാൻ പറ്റില്ല കേട്ടോ. ഫുൾ ഐസായിരിക്കും, ഐസ് വന്നടയും. പിന്നെ യമുനോത്രിക്ക് പോകുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഷൂസ് ഒന്നും എടുത്തില്ലെങ്കിൽ ഇവിടെയൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ ബെറ്റർ നമുക്ക് വന്ന് വാങ്ങിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇവിടെ വന്ന് ചിലപ്പോൾ കിട്ടുകയും ബുദ്ധിമുട്ടാണ്. നമുക്ക് ഹരിദ്വാറിന് നടന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. നല്ല രസമാട്ടോ. നമ്മൾ നടന്ന് തുടങ്ങുമ്പോൾ നല്ല ഫീലിംഗ് ആണ്. തണുപ്പിലോട് കൂടി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക, കുറച്ച് ബോഡി ഹീറ്റാവും. പോകുന്ന വഴിയൊക്കെ നല്ല രസമാട്ടോ കാണാൻ. ഒരുമിച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, 1000കണക്കിന് ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാവും. ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് മാഗിയൊക്കെ കിട്ടും കേട്ടോ. 50 രൂപ 60 രൂപയൊക്കെ മാഗിയൊക്കെ ഉണ്ടാക്കി തരും. അതൊക്കെ നമുക്ക് കഴിച്ച്, ചായയൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. ഏകദേശം 40 രൂപീസൊക്കെ ചോദിക്കുന്നുണ്ട് ചായക്കൊക്കെ. കാരണം ഏറ്റവും മുകളിലല്ലേ, മുകളിൽ പോകുന്നതനുസരിച്ച് കോസ്റ്റ് കൂടും. താഴെ 20 രൂപയേ ഉള്ളൂ. അത് കുഴപ്പമില്ല, റീസണബിൾ പ്രൈസാണ്. നമ്മൾ മുകളിൽ പോകുന്നതോറും 30-40 വാങ്ങിക്കും. ഇവിടെ കുറേ കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാത്റൂംസൊക്കെ ഉണ്ട്. ബാത്റൂം എല്ലാം അവിടെ ഉണ്ട് കേട്ടോ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. യമുന നദി ഇങ്ങനെ പോകുന്ന പോക്ക് കണ്ട. ഈ കവാടത്തിനുള്ളിൽ കൂടെ ആൾക്കാരൊക്കെ ദാ നടന്ന് പോകുന്നുണ്ട് കേട്ടോ. മലയുടെ
സൈഡിൽ കൂടെ കേട്ടോ. ഡേഞ്ചർ റോഡാണ് പറഞ്ഞത്, ഡേഞ്ചർ റോഡാണ്. കാഴ്ച ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഈ കാഴ്ച കാണണം. യമുനോത്രി അതുപോലെ തന്നെ കേദാർനാഥും വ്യത്യാസമുണ്ട്. യമുനോത്രി പോകുന്ന വഴി കുറച്ച് കുത്തനെയാണ്. അപ്പോൾ മാക്സിമം നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് പോകാനേ പറ്റുള്ളൂ. കേദാർനാഥ് പോലെയല്ല, ഇത് കണ്ടില്ല കുത്തനെ കണ്ടില്ല. നമുക്ക് മനസ്സിലാവും ഈ സ്റ്റെപ്പ് കയറി പോകുന്ന പോലെ മുകളിലേക്കാണ് കയറി പോകുന്നത്. അപ്പോൾ നല്ല കഥപ്പ് വരും കേട്ടോ. നല്ല കഥപ്പ് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നല്ല കഥപ്പ് വരുന്നുണ്ട്. ഇതാ കയറാൻ പറ്റാണ്ട് എൻ്റെ കെട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യണം പറഞ്ഞിട്ട് ഇനി 3-4 കിലോമീറ്റർ കയറി പോകാനുണ്ട്. ഒരു രക്ഷയില്ല. അവൾ പറയുന്നുണ്ട് എന്താ ചെയ്യാന്നുള്ളത്. ഇതിൻ്റെ ഇടയിൽ കൂടെ കുതിരയും ഡോളിയൊക്കെ വരും. അവർ വരുന്ന സമയത്ത് മാക്സിമം വഴി മാറിക്കൊടുക്കുക. കാരണം അവർ ചിലപ്പോൾ തട്ടിയിട്ടിട്ട് പോവും. കുതിരയ്ക്കൊന്നും അറിയില്ല, അപ്പോൾ തട്ടിയിട്ടിട്ട് പോകും. അങ്ങനെ ഞങ്ങൾ ഏകദേശം യമുനോത്രി അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഏകദേശം ഇവിടെ എത്തി. യമുനോത്രിയാണ് അതാ അവിടെ എത്തണം. ആളുകളൊക്കെ പോകുന്നുണ്ട്. പൊരിഞ്ഞ് ഇറക്കമുണ്ട് ഇനി കുറച്ച്. പിന്നെ അവിടെ കയറണം. അതാ അവിടെ എത്തണം. മുകളിൽ ഐസ് കട്ട മഞ്ഞുകൾ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഫുള്ള് ഹിമാലയത്തിൻ്റെ മുകളിൽ. അങ്ങനെ ഞങ്ങൾ നടന്നെത്തി. ഇതാ അമ്പലം, അവിടെ ഗംഗോത്രി അവിടെ അതാ കാണുന്നു. എത്താറായി. ഏകദേശം ഒരു 150-200 മീറ്റർ അത്രേ ഉള്ളൂ. ഇതാ കാണുന്നു. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നടന്ന് വന്നെത്തി. രാവിലെ കണ്ട മലയുടെ മഞ്ഞുമലയുടെ താഴെ ഇതാ ഞങ്ങൾ എത്തിയിട്ടോ. അവിടെ ഇതാ ഐസ് ഉരുക്കിട്ടോ. ആ കണ്ടതെല്ലാം ഉരുക്കിയതാ. യമുന നദി ഇവിടെ ഒഴുകുന്നുണ്ട് കേട്ടോ. യമുനയിലേക്ക് പോകുന്ന ആ ഒരു വെള്ളം. ഓ ഒന്നും പറയാനില്ല. അവിടെ മഞ്ഞുമല കേട്ടോ. മുകളിൽ മൊത്തം മഞ്ഞുമല, ഒന്നും കാണൂല. ഫുൾ ഐസാണ് മുകളിൽ. ഇനി വലിയ ഇതൊന്നുമില്ല. ഇവിടെ നിന്ന് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. കുറച്ച് ദൂരം കൂടി അമ്പാട്ടി കാണാൻ. ഭഗവാനെ, കഷ്ടപ്പെട്ട് നമ്മളിവിടെ എത്തി. നമ്മളീ തിരക്കപ്പെടണ്ട. എത്തിയിട്ടോ. ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തി. അതാ മലയുടെ താഴെ ഇവിടെയാണ് യമുനോത്രി അമ്മ ഇരിക്കുന്ന സ്ഥലം. അതവിടെ കേട്ടോ. ഐസ് ഇതാ ഇവിടെയൊക്കെ ഐസാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്തെത്താറായിട്ടോ. ഇതൊരു കുളം മാതിരി ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളും ചൂടുവെള്ളം കേട്ടോ. തപ്തകുണ്ട് എന്നാണ് പറയാതെ, മലയാളത്തിലടക്കം എഴുതി വെച്ചിട്ടുണ്ട് തപ്തകുണ്ട്. നമ്മൾ ഇത്രയും തണുത്ത് വറച്ച സ്ഥലത്ത് ഇവിടെ വന്നൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ വേഗം കുളിയൊക്കെ സുഖം കേട്ടോ. ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്, നീന്തി കുളിക്കുക എല്ലാം ചെയ്യുക. അത് കഴിഞ്ഞാൽ വേഗം ഡ്രസ്സ് ഇടണം, തണുത്ത് വറച്ച് പോകും. അത്ര ഇത് മേലെ കയറി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും. അതുകൊണ്ടാണ് അപ്പം തന്നെ ഞാൻ പറഞ്ഞത് സെക്കൻഡ് ആയിട്ടില്ല, അപ്പോഴേക്ക് ഐസ് വീണു. നടന്നു പോണ വഴി മൊത്തം ഐസായി. ഐസ് വീണു. എടുത്ത് കളിക്കുക. കാരണം രസമല്ല നമുക്കിങ്ങനെ കാണുമ്പോൾ. എല്ലാവിടെയും കടറ ഉള്ളിലും എന്ത് രസം അറിയോ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നൊന്ന് കാണുക. ഭയങ്കര ഭംഗി കേട്ടോ. ഒരു യാത്ര, ഒരു ട്രക്കിംഗ് പോലെ, ഒരു പ്രാർത്ഥനയോട് കൂടി ഒന്ന് വരിക. എന്തായാലും എൻജോയ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും.